ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ടെയിൽ ടെല്ലർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അഗ്ലോണിമ പ്ലാന്റ് കെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ മിസ്സാവാണ്ട് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്ലാന്റാണ് ഇന്ന് അഗ്ലോണിമ പ്ലാന്റ്. അഗ്ലോണിമ പ്ലാന്റ്സിനെ നമ്മൾ ചൈനീസ് എവർഗ്രീൻ എന്നും കൂടെ പറയുന്നുണ്ട്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റികൾ നമുക്കിന്ന് കിട്ടാനുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റികൾ ഞാനിപ്പോൾ കാണിക്കാം നിങ്ങളെ. ഇത് പിങ്ക് സ്പ്ലാഷ് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ്. പിങ്കും ഗ്രീനും ചേർന്ന കളേഴ്സാണ് ഇതിൻ്റെ ലീവ്സിൽ വരുന്നത്. ഇത് കാണാനായിട്ടും നല്ല ഭംഗിയാണ്. ഗ്രീനും റെഡും ചേർന്ന കളേഴ്സാണ് ഇതിൻ്റെ ലീവ്സിൽ വരുന്നത്. കാണുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു അഗ്ലോണിമയാണിത്. കോസ്റ്റാട്ടം എന്ന അഗ്ലോണിമയാണിത്. ഈ അഗ്ലോണിമയുടെ പ്രത്യേകത ഇതിൻ്റെ ലീവ്സിലുള്ള ഈ വൈറ്റ് ഡോട്ട്സ് ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു അഗ്ലോണിമയാണിത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. യെല്ലോയും ഗ്രീനും ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക പാറ്റേൺ ആണ് ഇതിൽ വരുന്നത്. യെല്ലോയും ഗ്രീനും ചേർന്നിട്ടുള്ള മറ്റൊരു അഗ്ലോണിമയാണിത്. ഇതിൻ്റെ ലീവ്സിലുള്ള ഈ യെല്ലോ കളർ ലീവ്സ് വളരുന്നതിനനുസരിച്ച് സ്പ്രെഡ് ചെയ്യും. അപ്പോഴാണ് ഇത് കാണാനായിട്ട് കൂടുതൽ ഭംഗി. ഗ്രീൻ കളറിൽ വരുന്ന ഒരു അഗ്ലോണിമയാണിത്. ഇത് നിങ്ങൾക്ക് കാണാം, ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ബുഷിയായിട്ട് ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഗ്രീനിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷനാണ് ഇതിൻ്റെ ലീവ്സിൽ വരുന്നത്. ഇതിൻ്റെ ലീവ്സ് നീണ്ട ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ലീവ്സിലൊരു പ്രത്യേക പാറ്റേൺ വരുന്ന മറ്റൊരു അഗ്ലോണിമയാണിത്. ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള അഗ്ലോണിമ തൈകളാണ്. നിങ്ങൾക്ക് കാണാം, വളരെ ചെറിയ തൈകളാണിത്. സിൽവർ ക്യൂൻ എന്നറിയപ്പെടുന്ന അഗ്ലോണിമയാണിത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും, നല്ല ബുഷിയായിട്ടാണ് ഇത് നിൽക്കുന്നത്. അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അഗ്ലോണിമാസിൻ്റെ പ്രൊപ്പഗേഷൻ അനുസരിച്ചാണ് അത് ബുഷിയായിട്ട് നിൽക്കുക. കോമൺ ആയിട്ട് എല്ലായിടത്തുമുള്ള ഒരു അഗ്ലോണിമയാണിത്. ഈ അഗ്ലോണിമ നമുക്ക് ലോ ലൈറ്റിലും വെക്കാൻ പറ്റും. ഈ അഗ്ലോണിമാസ് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് 1-2 തൈകൾ നമ്മൾ വെക്കണം. അപ്പോഴേ ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഈ അഗ്ലോണിമയും കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളൊരു പ്ലാന്റ് ആണ്. റെഡ് ലിപ്സ്റ്റിക് എന്ന അഗ്ലോണിമയാണിത്. ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന അഗ്ലോണിമയാണ്.
ഈ അഗ്ലോണിമയ്ക്ക് കറക്റ്റായിട്ടുള്ള കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റായിട്ടുള്ള സ്ഥലത്ത് വെക്കണം. ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണമെന്നില്ല, പക്ഷെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സ് ഒക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പോട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട്. തൈകൾ നമ്മൾ അടർത്തി മാറ്റാണ്ട് പോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ഈ അഗ്ലോണിമ കാണാനായിട്ട് കൂടുതൽ ഭംഗി. നമ്മൾ ഇതിൻ്റെ തൈകൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും പുതിയ മുളകൾ വരും. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ്. ഇതിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഈ പ്ലാന്റിന് ആവശ്യമാണ്. അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഈ പ്ലാന്റ് വളരെ പെട്ടെന്ന് ചീഞ്ഞു പോകും. മഴക്കാലത്ത് മഴ കൊള്ളുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വെള്ളം കെട്ടി നിൽക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നടുന്ന സമയത്ത് മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് അല്ലെങ്കിൽ മണല്, എല്ലുപൊടി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം പോട്ട് മിക്സ് തയ്യാറാക്കാൻ. അതിലേക്ക് വേണം അഗ്ലോണിമ നടാനായിട്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കുക. ഈ പ്ലാന്റിൽ ഇൻസെക്ട്സിന്റെ ശല്യമുണ്ടെങ്കിൽ ലിക്വിഡ് സോപ്പ് യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ലീവ്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവയിലേക്കും കൂടെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിൻ്റെ തൈകൾ വെള്ളത്തിൽ വെച്ചും വേര് പിടിപ്പിക്കാം. വേര് വന്നതിന് ശേഷം നമുക്ക് പോട്ട് മിക്സിലേക്ക് മാറ്റിയാൽ മതി. ഏകദേശം 3 വീക്സ് ആകുമ്പോഴേക്കും വേര് വന്ന് തുടങ്ങിയിട്ടുണ്ടാകും. വെള്ളത്തിൽ വെച്ചാണ് നമ്മൾ വേര് പിടിപ്പിക്കുന്നതെങ്കിൽ വീക്ക്ലി വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പ്ലാന്റിന്റെ ഗ്രോത്ത് കറക്റ്റ് ആകാനും ചീഞ്ഞു പോകാതിരിക്കാനും ആഴ്ചയിൽ വെള്ളം മാറ്റുന്നത് നല്ലതാണ്. വേരില്ലാത്ത അഗ്ലോണിമ ആണെങ്കിൽ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കുന്നതാകും നല്ലത്. അപ്പോൾ നമുക്ക് വേര് വരുന്നുണ്ടോ ചീഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും. വേര് വന്നതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് മാറ്റിയാൽ മതി. ഞാനധികം വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കാറില്ല. നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യുക. നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരിക്കലും അഗ്ലോണിമ പ്ലാന്റ് വെക്കരുത്. നമ്മൾ ഹാങ്ങിങ് പ്ലാന്റിലേക്ക് ഒഴിക്കുന്ന വെള്ളം നേരെ വരുന്നത് അഗ്ലോണിമ പ്ലാന്റിലേക്കായിരിക്കും. അപ്പോൾ അതിൽ കെട്ടി നിന്ന് അത് ചീഞ്ഞു പോകും. എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അഗ്ലോണിമ പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർത്താൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.